CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച ആദായനികുതി വകുപ്പ് 1998 ആരംഭിച്ച അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് 5 കോടി 10 ലക്ഷം രൂപ. കഴിഞ്ഞ ഏപ്രിൽ 2-ന് 1 കോടി രൂപ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിരുന്നു. ഇതും ചെലവഴിക്കരുതെന്ന് ആദായനികുതി വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ പാർട്ടിക്ക് ഒന്നും മറച്ചുവെക്കാനില്ലെന്ന് MM വർഗീസ് പ്രതികരിച്ചു. ആദായനികുതി വകുപ്പിന് സമർപ്പിച്ച ടാക്സ് റിട്ടേണിൽ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് പറയാതിരുന്നതായുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ആദായനികുതി വകുപ്പ് അക്കൗണ്ട് മരവിപ്പിച്ച് ഉത്തരവിറക്കിയത്. 5 കോടി 10 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ ഉള്ളത്. ഈ മാസം 2-ന് അക്കൗണ്ടിൽ നിന്നും 1 കോടി രൂപ പിൻവലിച്ചതായി ED ആദായനികുതി വകുപ്പിനെ അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ സെക്രട്ടറി MM വർഗീസിൽ നിന്നും ആദായനികുതി വകുപ്പ് കൊച്ചിയിലെ ED ഓഫീസിലെത്തി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. ബാങ്കിലെ തുകയുടെ ഉറവിടം വ്യക്തമാക്കാനും പിൻവലിച്ച 1 കോടി രൂപ ചെലവഴിക്കരുതെന്നും ആദായനികുതി വകുപ്പ് MM വർഗീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പാർട്ടിക്ക് ഒന്നും ഭയക്കാനില്ലെന്നും കേന്ദ്രത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും MM വർഗീസ് തൃശൂരിൽ പ്രതികരിച്ചു. CPMനെ സംബന്ധിച്ച് ഒന്നും മറച്ചു വയ്ക്കാനില്ല, ഒന്നുമില്ല. അതതിൻ്റെ കൃത്യമായിട്ടുള്ള നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പാർട്ടി, അതിൻ്റെ അക്കൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ LDFന്റെ ഒരു മുൻകൈ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്താകെ. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞ 3 മണ്ഡലങ്ങളിലും, തൃശ്ശൂർ, ചാലക്കുടി, ആലത്തൂർ, ഈ 3 മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് LDFന്റെ മേൽക്കൈ എതിരാളികൾ വരെ അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല നിലയിൽ മുന്നോട്ട് വരും. അപ്പോൾ അതിന് തടയിടാൻ പറ്റുന്നൊരു പരിശ്രമമാണ്. ആദായനികുതി വകുപ്പ് ബാങ്കിൽ നടത്തിയ പരിശോധനയിൽ ബാങ്ക് അധികൃതരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പാൻ കാർഡ് അടക്കം മതിയായ രേഖകൾ ഹാജരാക്കാതെയാണ് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുടെ പേരിലുള്ള അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത്. പലതവണ ആവശ്യപ്പെട്ടിട്ടും ജില്ലാ കമ്മിറ്റി ഇതിന് തയ്യാറായിട്ടില്ലെന്ന് ബാങ്ക് ആദായനികുതി വകുപ്പിനെ അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.